ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമിക്ക് എന്താ പറ്റിയത് എന്ന് പലരും വിളിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഏതോ ഒരുത്തൻ പടച്ചുവിട്ട ഒരു വോയിസ് കേൾക്കുകയുണ്ടായി. മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നി. ഇത്രയും അടുപ്പമുണ്ടായിരുന്ന നമ്മൾ പോലും അറിയാത്ത ഒരു വോയിസ്, ഉസ്താദിന് മലദ്വാരത്തിൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് ഒരു വോയിസ്, ഏതവനാണെന്ന് അറിയില്ല, ഇങ്ങനെ പടച്ചു വിട്ടിട്ടുണ്ട്. ആ ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ വല്ലാതെ ഒരു വേദനയിലായിപ്പോയി. അള്ളാഹുവിന്റെ കുദ്റത്ത് കൊണ്ട് അങ്ങനത്തെ ഒരു രോഗവും പ്രിയപ്പെട്ട സുഹൃത്ത് ഖാസിമി ഉസ്താദിനില്ല. അങ്ങനത്തെ ഒരു സങ്കടവുമില്ല. ആ ഡിസ്കുമായി ബന്ധപ്പെട്ട ആ ഒരു വേദനയിലാണ് അദ്ദേഹം ഉള്ളത്. ആ ഒരു സങ്കടത്തിലും ആ ഒരു വേദനയിലുമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഈ പറയപ്പെട്ട അങ്ങനെയുള്ള രോഗത്തിന്റെ പേരുകൾ തന്നെ പറയാൻ നമുക്കൊരു മടിയും ഒരു പേടിയാണ്. ഈ ഒരു വോയിസ് പടച്ചുവിട്ടവൻ അറിയുന്നുണ്ടോ? ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും പടച്ചുവിടുന്ന കാലഘട്ടമാണ്, എന്തും എഴുതിവിടുന്ന കാലഘട്ടമാണ്. ഞാൻ നമ്മുടെ ഈ ലൈവിനിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് എപ്പോഴും ഉസ്താദിന്റെ കൂടെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുൽഫിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ സംഭവം, ഇങ്ങനത്തെ ഒരു വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോഴും പറഞ്ഞു, പൊന്നാർ ഉസ്താദെ, അങ്ങനത്തെ ഒന്നും തന്നെ അള്ളാഹുവിന്റെ കുദ്റത്തുണ്ട് ഉസ്താദിനില്ല, ഞാൻ ഉസ്താദിന്റെ കൂടെയുണ്ട്. അങ്ങനത്തെ ഒരു സങ്കടമോ ഒരു രോഗമോ ഇല്ല. ആ ഡിസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വേദനയും ആ ഒരു സങ്കടവും ഉണ്ട്. അത് വല്ലാത്ത വേദനയാണ്. ദ്വാരക്കണം അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് ആജിലായ കാമിലായ ഷിഫ അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഏവനോ എന്തൊക്കെയോ വോയിസ് ഇങ്ങനെ പടച്ചുവിടുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു രോഗം അള്ളാഹുവിന്റെ കുദ്റത്ത് കൊണ്ട് ഉസ്താദിനില്ല. ഇനി അങ്ങനെ ആരും അതിനെ പറ്റിയിട്ട് വർത്തമാനം പറയണ്ട. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു വോയിസ് നിങ്ങൾ കേൾക്കാൻ ഇടവന്നാൽ അത് പച്ചക്കള്ളമാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് ആജിലായ കാമിലായ ഷിഫ അള്ളാഹു തആല കൊടുത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ, അള്ളാഹുവിന്റെ പവിത്രമായ ദീനു പറയാൻ, ആ ദീനിന്റെ മജാലിസിലേക്ക് കടന്നു വന്ന് ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.